2024 അബുദാബി ആവിഷ്കരിച്ചൊരു പ്രത്യേക പദ്ധതി. ആരെങ്കിലും അബുദാബിയിൽ മരിച്ചു പോയാൽ അവരുടെ മരണാനന്തരപരമായ കർമ്മങ്ങളോ അവർക്കിവിടെ ഫ്യൂണറൽ അടക്കമുള്ള കാര്യങ്ങളോ നാട്ടിലേക്ക് ബോഡി അയക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളോ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ നടപ്പാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ട് അബുദാബി സനത്കോം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വാർത്ത കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ ഇതാ ദുബായിൽ അതിശക്തമായൊരു സംയോജിത പദ്ധതി എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു ഏകജാലക സംവിധാനം. ഇങ്ങനെ ഒരു മരണം നടന്നാൽ അതിനുവേണ്ടി ഗവൺമെൻറ് തന്നെ, ഹെൽത്ത് അതോറിറ്റി തന്നെ മുന്നോട്ട് വന്ന് ചെയ്യുന്ന രൂപത്തിൽ പ്രാബല്യത്തിൽ വന്നത് എല്ലാവർക്കും ആശ്വാസമായി മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ജാബർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്, JABR. അതൊന്നും നോക്കി പോകണ്ട. അപ്പോൾ ആശുപത്രി വെച്ചിട്ടാണ്, അത് പ്രൈവറ്റ് ആശുപത്രി ആവട്ടെ ഗവൺമെൻറ് ആശുപത്രി ആവട്ടെ, ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആ വിവരം അറിയിക്കാനുള്ള സംവിധാനം ഉടൻ തന്നെ ഒരു സർവീസ് ഓഫീസർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആരാണോ മരണപ്പെട്ടത് അവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നാട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് സമീപിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി നടപ്പിൽ വന്നിരിക്കുകയാണ് ദുബായിൽ. ഇത് ഒരുപാട് നാളത്തെ പ്രവാസികളുടെ പൊതുവായിട്ടുള്ളൊരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ മേഖലയിൽ എന്തെങ്കിലും ചൂഷണങ്ങൾ നിലനിൽക്കുന്നു എന്ന് നേരത്തെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഇനിയിപ്പോൾ ഓരോരുത്തരും കിടന്ന് ഓടേണ്ട കാര്യമല്ല, ആ പേപ്പർ വർക്കിൻ്റെ വിഷയമല്ല, സാമ്പത്തികത്തിൻ്റെ വിഷയമല്ല, ഒരു ആശ്വസിപ്പിക്കുന്ന കാര്യം കൂടിയായി മാറുന്ന തരത്തിലാണ് ദുബായ് ഗവൺമെൻറ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ 2-3 ദിവസമായിട്ട് ഈ കാര്യം എല്ലാവരും അറിഞ്ഞ് ഇനി ഇതിനെത്ര ഫീസ് വരും, ഇത് സ്വദേശികൾക്ക് മാത്രമാണോ, വിദേശികൾക്ക് കൂടി ഉണ്ടോ, എല്ലാ വിദേശികൾക്കും ഉണ്ടോ, അതിനപ്പുറം ഒരു വലിയ ചോദ്യം ഉയർന്നു. സന്ദർശകരായിട്ട് വന്നിട്ട് ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും ആപത്തിൽപ്പെട്ടിട്ടോ അസുഖത്തിൽപ്പെട്ടിട്ടോ മരിച്ചു പോകുന്ന ആളുകൾ, അവർക്കിത് ബാധകമാണോ? ഇതിനെല്ലാമുള്ള മറുപടി DHAയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അൽ ജാബറിനെ കുറിച്ച് അത് സന്ദർശകർക്ക് പോലും, വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് പോലും ബാധകമാണ്. ഇവിടുത്തെ എല്ലാ റെസിഡൻസിനും ബാധകമാണ്, സ്വദേശികൾക്കും ബാധകമാണ്. ഇവിടെ തന്നെ അടക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ കർമ്മം ചെയ്യാനാണെങ്കിൽ അതിനുള്ള സൗകര്യമൊരുക്കും. അതും എത്രയും വേഗത്തിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുമെന്നാണ് പറയുന്നത്. എന്നതിന് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഈ ബന്ധുക്കളുടെ വീട്ടിൽ എത്തിക്കുന്ന സംവിധാനം വരെ GSO എന്ന് പറയുന്ന ഗവൺമെൻറ് സർവീസ് ഓഫീസർ ചെയ്തിരിക്കും എന്ന രൂപത്തിലാണ് DHA വെബ്സൈറ്റ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം എവിടെയെങ്കിലും സംഭവിച്ചു, ഇനിയിപ്പോൾ ആശുപത്രിയിലല്ല സംഭവിച്ചത്, വീട്ടിലാണ്, വർക്ക് സ്പേസിലാണ് സംഭവിച്ചത്, അങ്ങനെയാണെങ്കിൽ പോലും അത് അറിയിക്കാൻ വേണ്ടിയൊക്കെയുള്ളൊരു നമ്പർ കൂടി, DHAയുടെ നമ്പർ അറിയാമല്ലോ, 800-342. ഇതൊക്കെ ഓർമ്മിച്ച് സേവ് ചെയ്ത് വെക്കണം. ഇനി മുതൽ ഈ രംഗത്ത് എന്തെങ്കിലും ഒരു ആശങ്കയോ പണം കൂടുതൽ ആരെങ്കിലും വാങ്ങിയിട്ട് സേവനത്തിന് വരുന്നെന്ന് പറയുന്ന സാഹചര്യമോ അതല്ലെങ്കിൽ ചൂഷണമോ അല്ലെങ്കിൽ കാലതാമസമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റി നമ്മുടെ മുന്നിലുണ്ട് എന്ന ആശ്വാസം എല്ലാവരിലും ഉണ്ടാകട്ടെ. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.